ഇങ്ങനെ മിക്കവാറും സ്ക്രീനിൽ കാണുമാറി നിങ്ങൾക്ക് വായിക്കാം. ആ ഉണ്ടാക്കിയിരിക്കുന്നത് ജനാബ് പ്രബോധകനും മഹാനുമായ ഷെയ്ഖ് മുഹമ്മദ് ഇല്യാസ് കാന്തലവി അവർകളാകുന്നു. വെട്ടിത്തുറന്നുകൊണ്ട് തന്റെ അർ-റായിദ് എന്ന് പറഞ്ഞ പത്രത്തിൽ അബു ഹസൻ അൽ-ലദവി അതിന്റെ ഫ്രണ്ടില് ഗണ്ണുകയാണ്. ഒന്നാമത്തെ വലത്തുഭാഗത്തുള്ള തുടക്കത്തിലെ ഗണ്ണുകയാണ് ഞാൻ വായിച്ചത്. ഇത് കേട്ടോളൂ. അത് കുറച്ചു കഴിഞ്ഞ് രണ്ടാമത്തെ ഗണ്ണുക പകുതിയിൽ പറയുന്നത് വലാമിനൽ മുബ്തദിഅത്തിൽ ബറൽ ബിയ്യീന, അഥവാ ഉത്തരേന്ത്യയിലുള്ള സുന്നികളെ കുറിച്ച് പറയുകയാണ്. അതിന്റെ എതിരിലാണ്, അതിൽ പെട്ട ടീമല്ല ഇവര്. അല്ലദീന കാനൂ ഫതനുന്നാസ ബിൽ ഇശ്റാകി വഇബാദത്തിൽ അൽരിയതി വൽ ഖുബൂരി വൽ ബിദ്അി വൽ ഖുറാഫാതി വലലാലാത്തിൽ ഫിറഖത്തുൽ ബാത്തില. ഖബറുകൾക്ക് ആരാധിക്കുകയും മഹാന്മാരെ ആരാധിക്കുകയും ചെയ്യുന്ന അന്ധവിശ്വാസം പ്രചരിപ്പിക്കുന്ന ഖുറാഫികളായ ബറേൽവികൾക്കെതിരിലാണ് ഈ പറഞ്ഞ തബ്ലീഗ് ജമാഅത്തുണ്ടായത്. ഒരിക്കലും ആ ബറേൽവികൾപ്പെട്ടവരല്ല ഇവര്. ഈ മഹല്ല് കമ്മിറ്റി ഇറക്കിയ നോട്ടീസ് നേരത്തെ സൂചിപ്പിച്ചല്ലോ, അതിലും പറഞ്ഞത് അങ്ങനെ തന്നെയാണ്. അതും അതിന് ചാൻസ് എത്തുമ്പോൾ ഇൻഷാ അല്ലാഹ് ഞാൻ വായിക്കും. തബ്ലീഗ് ജമാഅത്തിന്റെ ആളുകൾ അവർക്ക് അറബികളുടെ കയ്യിൽ നിന്ന് കാശ് കിട്ടാൻ വേണ്ടി നമ്മുടെ ഈ മഹല്ലത്തുകാരെ മൊത്തത്തിൽ അന്ധവിശ്വാസികളും ഖുറാഫികളുമായി ചിത്രീകരിച്ചുകൊണ്ടാണ് അറബിയിൽ ലെറ്റർ അടിച്ച് ഇവിടുത്തെ ഒരു തബ്ലീഗ് നേതാവിന്റെ അഡ്രസ് വെച്ചുകൊണ്ട് തന്നെ അറബികൾക്കിടയിൽ വിതരണം നടത്തിയത്. പക്ഷെ എങ്ങനെയോ അത് നമ്മുടെ പ്രവർത്തകരെ കയ്യിലെത്തിയപ്പോൾ അൽഹംദുലില്ലാഹ് ഉത്തരവാദിത്വ ബോധമുള്ള ഇവിടുത്തെ മഹല്ല് കമ്മിറ്റി അത് ഏറ്റെടുക്കുകയും അതിന്റെ കോപ്പിയടക്കം അച്ചടിച്ച് പരിഭാഷപ്പെടുത്തി വിതരണം ചെയ്തു. എന്ത്, ഈ നാട്ടുകാർ മുഴുവനും പിഴച്ചവരാണ്. ഇന്ത്യയിൽ മൊത്തത്തിൽ മുശ്രിക്കുകളാണ്. ഇന്ത്യ അത് ഹിന്ദുക്കളുടെ രാജ്യമാണെന്ന് വരുത്തി തീർത്തുകൊണ്ട് ഇവിടെ അതുകൊണ്ട് മുസ്ലിങ്ങൾക്ക് തൗഹീദ് പ്രചരിപ്പിക്കാൻ പള്ളി വേണം. ആ പള്ളിയും അതുപോലെ അനുബന്ധ സ്ഥാപനങ്ങൾ ഉണ്ടാക്കണമെങ്കിൽ ലക്ഷങ്ങൾ ആവശ്യമാണ്. താൽക്കാലിക ആവശ്യമെന്ന രീതിയിൽ തന്നെ 25 ലക്ഷം വേണം. അത് നിങ്ങൾ അയച്ചു തരണമെന്ന് പറഞ്ഞുകൊണ്ടാണ് നോട്ടീസ്. വേണമെങ്കിൽ ഞാനൊന്ന് വായിക്കാം. ദാറുൽ ഫലാഹ് മുഅസ്സസ ഇൽമിയ്യ ദഅവിയ്യ തർബിയ്യ, കാഞ്ഞിപ്പുഴ, വള്ളിക്കുന്നം, PO, ആലപ്പുഴ, കേരള, ഇന്ത്യ. ബഹുമാന പുരസ്സരം. അള്ളാഹുവിന്റെ ഗുണവും രക്ഷയും നിങ്ങളുടെ മേലുണ്ടാകട്ടെ എന്നിങ്ങനെ പറഞ്ഞു വന്ന് ലാസ്റ്റ് പറയാൻ, ഇന്ത്യ രാജ്യം കുഫറിന്റെയും ഷിർക്കിന്റെയും അന്ധവിശ്വാസങ്ങളുടെയും അനാചാരങ്ങളുടെയും നാടാണ്. നോക്ക് നിങ്ങൾ, ഇന്ത്യ രാജ്യത്ത് വെറുതെയല്ല ഭീകരവാദികളും തീവ്രവാദികളും ഉണ്ടാകുന്നത്. സത്യമായ ഇന്റലിജൻസിന്റെ കയ്യിലൊക്കെ കിട്ടിയാൽ ശരിക്കും അവർക്ക് കശക്കാൻ പറ്റിയ രീതിയിൽ ഒരിക്കലും ഇന്ത്യ രാജ്യത്തെ സ്നേഹിക്കുന്ന ഒരാൾ സ്വാഭാവികമായും നമ്മുടെ നേതാക്കളൊക്കെ പറയാനുള്ളത് തന്നെ വലത്തെ കയ്യിൽ വിശുദ്ധ ഖുർആനെയും ഇടത്തെ കയ്യിൽ ഇന്ത്യൻ ഭരണഘടനയും അത് രണ്ടും പിടിച്ചുകൊണ്ടാണ് ഈ ഇന്ത്യ രാജ്യത്ത് നിങ്ങൾ ജീവിക്കുക. സാരേ ജഹാൻ സ്വച്ഛ ഹിന്ദു സിതാ ഹമാരാ ഹം ബുൽബുലേ ഹിസ്കി ഏ ഗുരു സിതാ ഹമാരാ. നീല പ്രപഞ്ചത്തിനുത്തമം ഭാരതം മനോവരത്തിലൊരപ്പാടി കുരുവികളെന്ന് ഇന്ത്യ രാജ്യത്തെ പ്രകീർത്തിച്ചുകൊണ്ട് പാടിയ അല്ലാമ ഇഖ്ബാലിന്റെ അനുയായികളാണ് ഇന്ത്യൻ മുസ്ലിമീങ്ങൾ. നോക്കിക്കോ നിങ്ങളെ, ചെത്തിയും ചമ്മന്തിയും ചമ്മതിത്തിയും ചാടി ചമ്പകച്ചണ്ടും ചേർന്ന മന്ദിരാഗണം പോലെ ഹിന്ദുവും മുസൽമാനും ക്രിസ്ത്യനും യഹൂദനും ഒന്നുപോലെ വേറുന്നീരത്തേത് സാധ്യമായി എന്ന് കുമാരനാശാൻ പാടിയ പോലെ ഇന്ത്യ രാജ്യത്തോട് കൂർതെളിച്ചവരാണ് പഴയകാല മുസ്ലിമീങ്ങൾ. ഷാഹറുൽ ലദ്ഹവിയെ പോലുള്ള മഹാരഥന്മാർ, മൗലാന മുഹമ്മദ് ജൗഹറിനെ പോലുള്ള ആളുകൾ, ഉമർ ഖാലിയെ പോലെ, മമ്പറം തങ്ങളെ പോലെ, വാര്യൻ കുന്നനെ പോലെ, ബഹുമാനപ്പെട്ട ആലിമുസ്ലിയാരെ പോലെ അവരൊക്കെ ഇന്ത്യ രാജ്യം കുഫറിന്റെയും അതുപോലെ തന്നെ ശിർക്കിന്റെയും നാടാണെങ്കിൽ അതിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ബ്രിട്ടീഷുകാർക്കെതിരെ പണമയക്കുമായിരുന്നു, മഖ്സൂമുമാർ കിതാബ് എഴുതുമായിരുന്നു, ബ്രിട്ടീഷുകാർക്കെതിരെ സമരം ചെയ്തവർക്ക് രക്തസാക്ഷിത്വമുണ്ടെന്ന് പറയുമായിരുന്നു. ഇല്ല, പാരമ്പര്യത്തിനെതിരാണിത്. അറബികളിൽ നിന്ന് കാശ് ലഭിക്കാൻ വേണ്ടി ഇന്ത്യ രാജ്യത്തെ മുസ്ലിങ്ങളെ മൊത്തം ചീറ്റിപ്പേരുണ്ടാക്കുന്ന പദപ്രയോഗം നടത്തി. നിങ്ങളുടെ നാടിൽ ഇറങ്ങിയ നോട്ടീസാണ് ഞാൻ വായിക്കുന്നത്. ഇത് ഞാൻ മുമ്പ് കിട്ടിയതല്ല, ഇന്ന് വന്നപ്പോൾ കിട്ടിയതാണ്. ഇന്ത്യ
രാജ്യം കുഫറിന്റെയും ശിർക്കിന്റെയും അന്ധവിശ്വാസങ്ങളുടെയും അനാചാരങ്ങളുടെയും നാടാണ് എന്ന് വളരെ വ്യക്തമാണ്. ഇന്ത്യയിലുള്ള കൂടുതൽ മുസ്ലിങ്ങളും ഇതിൽ മുഴുകിയവരുമാണ്. അപ്പൊ ഇന്ത്യ അതാണെന്നതിന് പുറമെ ഇന്ത്യയിലുള്ള കൂടുതൽ മുസ്ലിങ്ങളും അതിലകപ്പെട്ടവരുമാണ്. അതുകൊണ്ട് മദ്രസകളും ദഅ്വാ സെന്ററുകളും ഈ രാജ്യത്ത് വളരെ അത്യാവശ്യമാണ്. കേട്ടാത്തൊന്നും ഒന്നും ഇവിടെ ഇല്ല. എല്ലാവരും ഇങ്ങനെ ബിംബാരാധനയായിട്ട് കൂടുകയാണ്. നോക്കിക്കോ നിങ്ങൾ, നമ്മൾ ഇന്ത്യയിലെ മൊത്തം മുസ്ലിമീങ്ങളെ നമ്മുടെ മുൻപ് കഴിഞ്ഞു പോയ വലിയ തലമുറ ബഹുമാനപ്പെട്ട സയ്യിദുനാ മാലിക് മദീന റളിയല്ലാഹുവിന്റെ കാലത്തും ഇസ്ലാമിനെ ആവാഹിക്കാൻ ഭാഗ്യം ലഭിച്ച ഭാഗ്യവാന്മാരാണ് നമ്മൾ. 1400 ശിഷ്ടം വർഷത്തെ പഴക്കമുണ്ട് ഇന്ത്യയിൽ ഇസ്ലാമിന്, അല്ലേ? സനത്ത 50 ഹിജറ 5 എന്നാണ് പള്ളിയിൽ രേഖപ്പെടുത്തി വെച്ചത്. പക്ഷെ ആ കാലത്തെ മുഴുവൻ അട്ടിമറിച്ച് പറയുന്നു ഇവിടെ മദ്രസകളും ദഅ്വാ സെന്ററുകളും ഈ രാജ്യത്ത് വളരെ അത്യാവശ്യമാണ്. ഞങ്ങൾ താമസിക്കുന്നത് ഇന്ത്യയിലുള്ള കേരള സംസ്ഥാനത്താണ്. കേരളമാകട്ടെ അറബി രാജ്യങ്ങളുമായി വളരെ അടുപ്പത്തിലുമാണ്. ഞങ്ങളുടെ പ്രദേശത്ത് 10,000 മുസ്ലിങ്ങളുണ്ട്. നിങ്ങളുടെ ഈ ഏരിയയിൽ 10,000 മുസ്ലിമീങ്ങളുണ്ട്. ആ മുസ്ലിങ്ങളിൽ ഭൂരിഭാഗവും അന്ധവിശ്വാസങ്ങളുടെയും അനാചാരങ്ങളുടെയും വക്താക്കളാണ്. അതുകൊണ്ട് ഈ പ്രദേശത്തെ ജനങ്ങളെ അന്ധവിശ്വാസങ്ങളുടെയും അനാചാരങ്ങളുടെയും ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് കൊണ്ടുവരാൻ പള്ളി നിർമ്മിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. നമ്മുടെ പതിറ്റാണ്ടുകൾ പഴക്കമുള്ള പള്ളി ഇവിടെയുണ്ട്. ആ പള്ളി പോരാ, ഇവിടെ മദ്രസ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ആ മദ്രസ പോരാ, ഇവിടുത്തെ ഖദീമാര് പോരാ. കേട്ടോളൂ, അനാചാരങ്ങളുടെയും ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് കൊണ്ടുവരാൻ പള്ളി നിർമ്മിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അങ്ങനെ ഈ സ്ഥാപനം ഞങ്ങളുടെ പ്രദേശത്തുള്ള പ്രബോധനത്തിന്റെ കേന്ദ്രമാവുകയും ചെയ്യും. അപ്പൊ ഇപ്പൊ പള്ളിയിൽ നിന്ന് പ്രബോധനം നടക്കുന്നില്ല, മദ്രസയിൽ പ്രബോധനം നടക്കുന്നില്ല. ഇന്നുമാർ ശരിക്കും മനസ്സിലാക്കണം. നമ്മൾ ചെറുപ്പക്കാർ എത്രയോ അറിയാതെ ഇതിൽ കൂടിയിട്ടുണ്ടാകും. അവരും കൂടെ മനസ്സിലാക്കാൻ, ഈ സ്ഥാപനത്തിന് 60 ലക്ഷം രൂപ ആവശ്യമാണ്. ചെറിയ എസ്റ്റിമേറ്റ് ഒന്നുമല്ല, 60 ലക്ഷം രൂപ ആവശ്യമാണ്. വരുന്ന മാസം 25 ലക്ഷം വളരെ അത്യാവശ്യമാണ്. ഞങ്ങളുടെ നാട് ഈ വലിയ ചെലവേറ്റെടുക്കാൻ കഴിയാത്ത നാടാണ്. അല്ലാഹുവിന്റെ ഔദാര്യം കൊണ്ട് നന്മയുടെ വാഹകരും സ്വഹാബത്തിന്റെ മക്കളുമായ നിങ്ങൾ ഈ സത്യദീനിന്റെ നിലനിൽപ്പിന് വേണ്ടി ചെലവഴിക്കാൻ താല്പര്യമുള്ളവരുമാണ്. അതുകൊണ്ട് അല്ലയോ ശൈഖേ, ശൈഖിനെ വിളിക്കുന്നത് ശൈഖിനെ വിളിക്കാൻ പറ്റും. ഇൻഷാ അല്ലാഹ് ക്ലിപ്പിട്ടിട്ട് ഞാൻ പറഞ്ഞു തരും. അല്ലയോ ശൈഖേ, ബഹുമാന്യ സഹോദരാ, ശൈഖിനെ വിളിച്ചാലേ ശിർക്കാന്ന് പറയുന്നുണ്ട്, റസൂലുള്ളാഹിനെ വിളിച്ചാൽ ശിർക്കാന്ന് പറയുന്നുണ്ട്. പക്ഷെ കാശ് കിട്ടുന്ന അറബിയെ വിളിക്കാം, ഒരു കുഴപ്പമില്ല. നോക്കൂ നിങ്ങൾ. അല്ലയോ ശൈഖേ, ബഹുമാന്യ സഹോദരാ, പ്രിയപ്പെട്ട കൂട്ടുകാരാ, ഇനി എന്താ പറയേണ്ടത്? പരമാവധി നോക്കണം നിങ്ങൾ. പണത്തിന് മുകളിൽ പരുന്തും പറക്കില്ല. അതെ, നിങ്ങൾക്ക് അല്ലാഹു നൽകിയ സമ്പത്ത് കൊണ്ട് ഞങ്ങളെ സഹായിക്കാൻ അപേക്ഷിക്കുന്നു. അല്ലാഹു അല്ലാത്തവർ സഹായം ചോദിക്കാൻ പാടില്ല എന്നാണ് നസീഹത്തുൽ മുസ്ലിമീൻ പറഞ്ഞത്. അതിനെ വായിക്കും സന്ദർഭം വരുമ്പോ. ഇത് മൊത്തത്തിൽ വായിക്കുമ്പോഴേക്ക് ഇതിന് വേണ്ടി മറുപടിക്ക് വേണ്ടി മാത്രം ഒരു ദിവസം വേണ്ടി വരും. പക്ഷെ ഇമ്പോർട്ടന്റ് ആയ 2-3 പോയിന്റുകൾ മാത്രം വായിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ നോക്കിക്കോളൂ. അതുകൊണ്ട് നിങ്ങൾക്ക് അല്ലാഹു നൽകിയ സമ്പത്ത് കൊണ്ട് ഞങ്ങളെ സഹായിക്കാൻ അപേക്ഷിക്കുന്നു. പേര് വായിക്കണം, പേര് വയ്ക്കുന്നില്ല. അവസാനം ഒരാൾ പേര് വെച്ചിട്ടുണ്ട്. ഇനി വ്യക്തിപരമായിട്ട് ആക്ഷേപിച്ചു എന്ന് നിങ്ങൾ പറയണ്ടെന്ന് മനസ്സിലാക്കിയാണ് നിങ്ങൾ ഇറക്കിയ നോട്ടീസ്. നിങ്ങൾക്കറിയാം, പക്ഷെ ഇത് ലോകത്തിന്റെ പല ഭാഗത്തും കേൾക്കുന്ന ആളുകളുണ്ട്. അപ്പൊ അതുകൊണ്ട് അവർക്ക് വേണ്ടി ആ നോട്ടീസ് ഞാൻ വായിച്ചത്. അതുകൊണ്ട് പേര് ഞാൻ വായിക്കുന്നില്ല. ഏതായിരുന്നാലും മണപ്പള്ളിയുള്ള ഒരു മാന്യദേഹമാണ്. അദ്ദേഹത്തിന്റെ അക്കൗണ്ട് നമ്പർ അടക്കം കൊടുത്തിരിക്കുന്നു. ഹസനിയ കായംകുളം കേരള ഇന്ത്യ ഫോൺ നമ്പർ -- അതും കൊടുത്തിട്ടുണ്ട്. ഈ കത്ത് ഇവിടുത്തെ മഹല്ല കമ്മിറ്റി കയ്യോടുകൂടെ പിടികൂടി. എന്നിട്ട് ജമാഅത്ത് കമ്മിറ്റി ഇവിടെ അച്ചടിച്ചിട്ട് പറഞ്ഞു, കാഞ്ഞിരപ്പുഴ മുസ്ലിം ജമാഅത്തിന്റെ 11/3/2009 ജനറൽ കമ്മിറ്റി തീരുമാനപ്രകാരം അറിയിക്കുന്നത് ഇതൊരു മഹല്ല ചെയ്യേണ്ട തന്റെ ഇടമാണ്. എന്ത്? ഔദ്യോഗികമായി മുസ്ലിംകൾക്കെതിരെ ചീത്തപ്പേരുണ്ടാക്കുന്ന ഏത്